സുജയുടെ ജീവിതം വർഷങ്ങളോളം ഒരേ രീതിയിൽ നീണ്ടുപോയിരുന്നു. ജോലി, വീട്ടുചുമതല, മകളുടെ പഠനം. ഇവയ്ക്കിടയിൽ അവൾ സ്വന്തം ജീവിതം മറന്നുപോയി. പ്രണയമെന്നത് ബാല്യത്തിലെ കഥകളിൽ മാത്രമുള്ളൊരു കാര്യമാണ് എന്ന് അവൾ വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം ഓഫീസിലെ പുതിയ ട്രെയിനിങ്ങിനായി മറ്റൊരു ബ്രാഞ്ചിലേക്ക് പോകുമ്പോൾ അവൾ പരിചയപ്പെട്ടു. അനൂപ്. മധ്യവയസ്സും ലാളിത്യവും ചേർന്ന ഒരാൾ. ശാന്തമായ മുഖവും കേൾക്കാനറിയുന്ന കണ്ണുകളും. ആദ്യ ദിവസം തന്നെ അവൻ ചോദിച്ചു, "നിങ്ങൾ എപ്പോഴും ഇത്ര തിരക്കായിരിക്കുമോ?" സുജ ചിരിച്ചു മറുപടി പറഞ്ഞു, "അതെ, ജീവിതം എനിക്ക് സമയം തരാറില്ല." അതിന് അനൂപിന്റെ മൃദുവാക്കുകൾ, "ഒരിക്കൽ ജീവിതത്തെ ഒന്ന് കാത്തിരിക്കാനാക്കിക്കോട്ടെ." അന്നുമുതൽ ലഞ്ച് ബ്രേക്കിൽ ചെറു സംഭാഷണങ്ങൾ, ജോബ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ തണുത്ത കാറ്റിൽ ചെറിയ ചിരികൾ. ഒന്നും അറിയാതെ സുജയുടെ ജീവിതത്തിൽ ഒരു പുതിയ നിശബ്ദ നിറം പടർന്നു. ഒരു വൈകുന്നേരം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുജ വീട്ടിലേക്ക് പോകാൻ കാത്തുനിൽക്കുമ്പോഴാണ് അനൂപ് കുടയുമായി വന്നത്. "നിങ്ങൾക്ക് നനയണ്ട, കൂട്ടത്ത് വരാമല്ലോ." ആ ഒരു സാധാരണ വാക്ക്. പക്ഷേ സുജയുടെ മനസ്സിൽ വർഷങ്ങളായി നഷ്ടമായിരുന്ന എന്തോ വീണ്ടും ഉണർന്നു തുടങ്ങി. അവൾ മൃദുവായി തലയാട്ടി. വഴിയിലൂടെ നടക്കുമ്പോൾ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ മഴയുടെ ശബ്ദത്തിൽ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു, ജീവിതം വീണ്ടും പുതുതായി തുടങ്ങാമെന്ന്. വീട്ടുവാതിൽ വരെ എത്തിയപ്പോൾ സുജ നന്ദിയോടെ നോക്കി. അനൂപ് ചെറുചിരിയോടെ പറഞ്ഞു, "നാളെ കാണാം, സമയമുണ്ടെങ്കിൽ." അവൾ ആദ്യമായി മനസ്സറിഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "സമയമുണ്ടാക്കാം." അന്നുമുതൽ സുജയ്ക്ക് ഓരോ ദിവസവും ഒരു പുതുപ്രഭാതം പോലെയായി. ജീവിതം മധ്യവയസ്സിൽ അവസാനിക്കുന്നില്ല, അവിടെ നിന്നാണ് പല പ്രണയങ്ങളും ആരംഭിക്കുന്നത് എന്ന് അവൾ മനസ്സിലാക്കി.